നമ്മളൊരു ഷോയില് പോയിട്ട് ആ ഷോയുടെ ഭാഗമായിട്ട് ഇത്രയും ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നിങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു സ്റ്റാർ ഇവന്റിൽ എനിക്ക് ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് അതിനേക്കാളേറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. നോക്കിക്കൂ, നിന്റെ ദേഹം പുഴുത്ത് 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 പുഴുവായിരിക്കും. പരമച്ചെറ്റ നാറി, നിന്നെ ആർക്ക് വേണം? എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 അനീഷിൻ്റെ അനുവിൻ്റെയാണ്. ഇവർ വലിയ ഇതില്ലാതെ പോവുമായിരുന്നു. പിന്നെയും അനീഷ് ഇങ്ങനെ, സത്യം പറഞ്ഞാൽ അനീഷിനെ പറ്റി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. കാര്യം ഇത്രയും കുശും പിടിച്ചൊരു മനസ്സിൻ്റെ ഉടമയാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ സ്ത്രീ വിരോധിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഒരു കുശുമ്പ് ഉള്ളൊരു വ്യക്തിയാണെന്ന് ഒരു ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉണ്ടെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ അതെല്ലാം അനീഷ് തിരുത്തിക്കുറിച്ചാണ് ഇപ്പം ഇങ്ങനൊരു കാര്യം ചെയ്തേക്കുന്നത്. ഇവർ രണ്ടുപേരും അനീഷും കൂടെ, പിന്നെ വേറെ ഒത്തിരി സിനിമാക്കാരൊക്കെ ഉണ്ട്, ഒത്തിരി പേർക്കൊക്കെ അതിൻ്റെയൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതായിട്ടുള്ള അവാർഡ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. സ്റ്റാർ ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ പരിപാടിയൊക്കെ കൊടുക്കുന്നതിൻ്റെ ഏതാണ്ടൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് ഇവർ രണ്ടുപേരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. പോയി ഒത്തിരി സിനിമാക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ അനീഷിന് കൊടുത്തത് പ്രിയങ്കയാണ് അവാർഡ് അതിൻ്റെ കൊടുത്തത്. പിന്നെ അതിൻ്റെ ക്യാഷ് പ്രൈസോ അങ്ങനെ ഏതാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അത് അതിൻ്റെ അനുമോളുമാണ് കൊടുത്തത്. അനുവിനും കിട്ടി, ഒരു കിരീടമൊക്കെ അനുവിനും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അനീഷ് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു നന്ദി പറയുന്ന രീതിക്ക് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. പക്ഷേ ആ ഒരു പോസ്റ്റിലാണെങ്കിൽ അനീഷിൻ്റെ മനസ്സിൽ കുശുമ്പും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചാണ് അനീഷ് ഇട്ടേക്കുന്നത്. നമ്മൾ ചിലർക്കൊക്കെ ഉണ്ടല്ലോ, ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില പെണ്ണുങ്ങൾക്കാണെങ്കിലും അത്, ചില ആണുങ്ങൾക്കാണെങ്കിലും അതെ. പക്ഷേ അനീഷിൽ നിന്നും ഇങ്ങനൊരു കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇങ്ങനെ ഇത്രയും ഒരു ഇതായിട്ടുണ്ടായിരുന്നില്ല. ഇത് നമുക്ക് വായിച്ചതിന് ശേഷം ബാക്കി കുറേ കാര്യങ്ങൾ കൂടെ പറയാമേ. അപ്പോൾ ഇങ്ങനെയാണ് ആ പോസ്റ്റ് കൊടുത്തേക്കുന്നത്. പുരസ്കാരങ്ങൾ കിട്ടുന്നതെന്ന് തീർച്ചയായും സന്തോഷം തരുന്ന ഒന്നാണ്. മൈൽ സ്റ്റോൺ മേക്കറിൻ്റെ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദ ഇയർ 2024 എന്ന അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അംഗീകരിക്കപ്പെട്ടതിൻ്റെ നിർവൃതി തീർച്ചയായും ഉണ്ട്. ഒരുപാട് സിനിമയുടെ ഭാഗമായ അഭിനേത്രി പ്രിയങ്കയും അടുത്തതാണ് നോട്ട് ദ പോയിന്റ് കേട്ടോ. ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളുമാണ് ഈ ഒരു പുരസ്കാരം നൽകിയത്. മുതിർന്ന സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയയിൽ മിന്നിത്തിളങ്ങുന്ന താരങ്ങളും തന്ന പരിഗണനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അനീഷ് ഏട്ടൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നിർത്തിയേക്കുന്നത്. അനീഷ് ഏട്ടൻ ഇത്രയേറെ കുശുമ്പ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഒന്നുമല്ലല്ലോ, ഇങ്ങനെ പ്രപ്പോസ് ചെയ്തൊരു പെണ്ണല്ലേ അത്, അല്ലേ? നമ്മൾ സാധാരണ എന്നാന്ന് ചോദിച്ചാൽ, ഈ ആണുങ്ങൾക്കൊരിക്കലും ഇങ്ങനെ ഒരാളെ ഇപ്പോൾ ഒരു പ്രപ്പോസ് ചെയ്തതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് ഇഷ്ടം ഉണ്ടായിട്ട് അവൾ തേച്ചിട്ട് പോയതും ആയിക്കോട്ടെ, ആണുങ്ങൾക്കൊരിക്കലും അവരുടെ ഒരു വൈരാഗ്യമോ അങ്ങനെയുള്ളതായിട്ട് ഞാൻ ഇതായിട്ട് കണ്ടില്ല. അവർ ആ വഴിക്ക് പോയി അങ്ങനെ ഒരു ഇതായിട്ട് ഞാൻ കണ്ടില്ല. അപൂർവങ്ങളിലേ കണ്ടിട്ടുള്ളൂ. ഒരുപാട് ആമ്പിളരൊന്നും അത് മൈൻഡ് ചെയ്യല, എന്നെ വേണ്ടെങ്കിൽ പോയി പൊക്കോട്ടെ എന്നൊരിതുള്ളൂ. എന്നാൽ അവരുടെ ഉള്ളിൽ എപ്പോഴും അവരുടെ ഒരു സ്നേഹം കാണും. ഞാൻ ഒരിക്കൽ സ്നേഹിച്ച പെണ്ണാണല്ലോ എന്ന് പറഞ്ഞ് അത് ഉള്ള കാര്യമാണ്. പക്ഷേ ഈ അനീഷ് ഒന്ന് പ്രപ്പോസ് ചെയ്ത്, പക്ഷേ എനിക്ക് തോന്നി അനീഷ്, അന്ന് ഞാൻ വിചാരിച്ചു അനുവിന് ഒരു കേസ് പറഞ്ഞാൽ എന്നെയായിരുന്നു. പക്ഷേ അനു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അനു ശരിക്കും ആലോചിച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അനീഷിനോട് അന്ന് കേസ് പറയാൻ നന്നായി ഇപ്പോൾ ഈ ഒരു പോസ്റ്റൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. കാര്യം ഇയാൾക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്ത് അത്ര ഇതായി. ഇപ്പോൾ അന്നും അനീഷ് ഒരു പക്ഷേ വിൻ ചെയ്തായിരുന്നേനെ ഈ അനുവിനേക്കാളും. ഈ അനീഷും പിന്നെ ഈ പുറത്തുനിന്ന് കയറി ചെന്നവരും കൂടാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി ഈ അനുവിന് ഈ കപ്പ് മേടിച്ച് കൊടുത്ത്. PR വർക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഇവരാണ് ശരിക്കും അനുവിൻ്റെ PR വർക്ക് ആയിട്ടത്. കാര്യം അവിടെ ഈ അനീഷിൻ്റെ പേരും എടുത്തിട്ട് ഈ അനുവിനെ എല്ലാവരും കൂടെ ആക്രമിക്കുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു. ആ നിമിഷം ഞാൻ അനീഷിന് പറയായിരുന്നു, നിങ്ങൾക്ക് മറ്റെന്ത് വേണമെങ്കിലും പറയാം, നിങ്ങളുടേതായ കാര്യങ്ങൾ സംസാരിച്ചോ, ഞാൻ പറഞ്ഞൊരു കാര്യം, എന്നോട് നോ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഇവിടെ എടുത്തിടണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഒരു പക്ഷേ ഈ വോട്ട് നേരെ തിരിച്ചായിരുന്നു. കാര്യം അനുവിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു പക്ഷേ ആ ട്രോഫി അനീഷിൻ്റെ വീട്ടിൽ ഇരുന്നായിരുന്നേനെ. 100% ഉറപ്പായിരുന്നു ആ ഒരു കാര്യത്തിന്. ഇത് അനീഷ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു അനുവിനെ ഇട്ട്. പിന്നെ അനീഷ് ഒരുമാതിരി വൈരാഗ്യത്തോടു കൂടി തന്നെയായിരുന്നു നടന്നത്. പക്ഷെ പുള്ളിക്ക് പ്രണയമായിരുന്നൊന്നും എനിക്കിപ്പോൾ തോന്നുന്നില്ല കേട്ടോ. ഇത് ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന പുള്ളിക്ക് എന്നാണ് ബിഗ് ബോസ് വിന്നർ എന്ന് പറയാനായിട്ട് ഇത്ര വലിയ ബുദ്ധിമുട്ട്? ഇവർ ഫസ്റ്റും സെക്കൻഡും ആയിട്ട് വന്നവരല്ലേ? ബിഗ് ബോസ് വിന്നറായ അനു ആണ് എനിക്ക് തന്നെ എന്ന് പറയാനായിട്ട് പുള്ളിക്ക് എന്നെ ഒരു കുറച്ചില്ല. ഇതുകൊണ്ടാണ് പറയുന്നത്, പുള്ളി പെണ്ണുങ്ങളോടൊരു പൊതുവെ പുള്ളിക്കൊരു പുച്ഛമാണ് സ്ത്രീകളോട്. അത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് സ്ത്രീകളോട് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലാതെ, അവർക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തുള്ള ലീവിൻ്റെ കാര്യത്തിനൊക്കെ പുള്ളി വയ്ക്കുന്ന എന്നത്തിനാണ് അത് കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയാണ്. പക്ഷേ ഇയാളോടൊരു വിലയുണ്ടായിരുന്നു കേട്ടോ. അത് ഇയാൾ മൊത്തം
മൊത്തം കളഞ്ഞി കുടിച്ച് ഈ ഒരു കാര്യത്തിലൂടെ ഇയാളുടെ ആ ഒരു നാറിയ സ്വഭാവം അയാൾ പുറത്ത് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇതിപ്പം കേട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും ഒന്ന് പ്രതികരിച്ച് പോകും. പ്രത്യേകിച്ച് അനുവിൻ്റെ സ്വഭാവത്തിന് അനു പ്രതികരിക്കാതിരിക്കും. അനു അങ്ങനെ ഇങ്ങനെ ഒന്നും പ്രതികരിക്കുന്നതല്ല, പക്ഷെ അനു പ്രതികരിക്കാതെ ഇരിക്കത്തില്ല. അനു ഇത്രയും നാളായിട്ട് ഈ നിമിഷം വരെ അനു ആ ബിഗ് ബോസിലുള്ള ഒരു മനുഷ്യരെയും കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് വരെ പറയുന്നത് കണ്ടിട്ടില്ല. ആരെങ്കിലും അങ്ങോട്ട് ചോദിക്കും അതിലെ നൂറാന്ന് അങ്ങനെ കാണിച്ചില്ലേ, അല്ലെങ്കിൽ ഇന്നയാൾ ഇന്ന പോലെ കാണിച്ചില്ലേ എന്ന് പറയും. പുള്ളിക്കാർ പറയുന്ന ഡയലോഗാണ് പറയാം, അത് ഗെയിം, അവിടെ തീർന്നു, അവിടെ കഴിഞ്ഞു. മറ്റേ നമ്മുടെ അക്ബറിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അത് ഗെയിമാണ്, അവരുടെയും ഗെയിമായിരുന്നത് എന്നാണ് പറയുന്നത്. അനീഷിന് ആ ഒരു പൈസ ഒക്കെ കിട്ടിയ സമയത്ത് 10 ലക്ഷം രൂപ കൊടുത്ത സമയത്ത് അനു പറഞ്ഞത് നല്ല കാര്യമാണ്, ഒരുപാട് സന്തോഷം തോന്നി എന്ന് പറഞ്ഞ് അതൊക്കെ പുള്ളിക്കാരി ഒരു നല്ല പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ആരെയും പറ്റി ഒരു പുള്ളിക്കാരെ പറ്റി നെഗറ്റീവ് പറഞ്ഞെന്ന് പറഞ്ഞാലും പുള്ളിക്കാരി പറയും അതവർ പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഈ ഒരു മൈൻഡാണ് അനു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അനീഷ് ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ഇതിന് മറുപടിയായിട്ട് അനു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ അനു പറഞ്ഞു വന്നേക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വിജയിച്ചവർ മുന്നോട്ട് പോകും, ജയിക്കാൻ പറ്റാത്തവർ പഴയ കഥകൾ പിടിച്ച് നിൽക്കും എന്നാണ് അനു പറഞ്ഞേക്കുന്നത്. ഒരാളുടെ മൂല്യം കുറച്ച് എഴുതാം, പക്ഷേ ആളുകളുടെ സ്നേഹം കുറച്ച് എഴുതാൻ ആരാലും കഴിയില്ല. അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അനുവിനെ സ്നേഹിച്ചവരുടെ കാര്യമാണ്. അനുവിനെ സ്നേഹിച്ചവരാണ് അനുവിനെ സപ്പോർട്ട് ചെയ്ത്, അതൊക്കെയാണ് അനു ഉദ്ദേശിക്കുന്നത്. എന്നെ ചെറുതാക്കി എഴുതാം, പക്ഷേ 16 ലക്ഷം വോട്ടുകൾ ചെറുതാക്കാൻ ആരാലും കഴിയില്ല. അനുവിനെ കിട്ടിയ വോട്ടിൻ്റെ കാര്യമാണ് അനു പറയുന്നത്. അനു ഇതിങ്ങനെ അടുപ്പിച്ച് കുറേ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അനീഷ് ഇട്ടതിന് ആ ഒരു ഇതായിട്ട് സത്യം പറഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ ഈ അംഗൻവാടിയിലെ പിള്ളേരില്ലേ, ഇനി ഞോണ്ടി പിച്ചി ജുള്ളി എന്ന് പറയുന്ന പോലെയും തോന്നാറുണ്ട് കേട്ടോ. അനീഷ് അങ്ങനെ പറഞ്ഞു, അനു മൈൻഡ് കൊടുക്കാതിരിക്കായിരുന്നു. അനു പക്ഷേ അനുവിന് അത്ര ഫീൽ ആയതുകൊണ്ടായിരിക്കും അനു വന്ന് തിരിച്ചതിന് റിപ്ലൈ കൊടുത്തത്. വിജയം ആരുടെയും കൃപയല്ല, അത് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. അതിന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ഇനി ഇതിൽ കൂടുതൽ എന്നാ മറുപടിയാണ് അനീഷിന് കിട്ടാനായിട്ടുള്ളത്? അനീഷിന് കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ലൊരു മറുപടിയാണ് കിട്ടിയേക്കുന്നത്. അസൂയ എന്നുള്ളത് ശരിക്കും പറഞ്ഞില്ലേ, എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി, ട്രോഫി, കാർ, പ്രൈസ് മണി, അതിലും വലുത് ജനങ്ങളുടെ സ്നേഹം. ഞാൻ എൻ്റെ യാത്രയിൽ മുന്നോട്ട് പോകുന്നു. ചിലർ ഇപ്പോഴും പഴയ മത്സരത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. ബിഗ് ബോസ് കഴിഞ്ഞ് 4 മാസമായി, ഞാൻ മുന്നോട്ട് പോയി. ചിലർ ഇപ്പോഴും അവിടെ തന്നെ. PR കൊണ്ടല്ല, 16 ലക്ഷം ആളുകളുടെ സ്നേഹമാണ് എന്നെ വിന്നറാക്കിയത്. ഇത് കൊടുത്തയച്ച അനു പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇപ്പോഴും ഈ PR പിടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇവരൊക്കെ PR ആ ഒരു ഇതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ അനുവിൻ്റെ PR എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ തന്നെയായിരുന്നു അനുവിൻ്റെ PR എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ആരും PR എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഇവരൊക്കെ കൂടിയാണ് അനുവിനെ ഇത്രയും ഒരു ഇതെല്ലാം ശരിയാക്കി കൊടുത്തത്. ഈ ഒരു ഫസ്റ്റ് എടുത്ത് കയ്യിലേക്ക് കൊടുത്തത് അതിനകത്തുള്ളവരൊക്കെ തന്നെയാണ്. അത് കണ്ട് സഹതാപം കണ്ടാണ് വീട്ടമ്മമാരെല്ലാം അനുവിനെ സപ്പോർട്ട് ചെയ്ത് അനു വിൻ ചെയ്തത്. പിന്നെ അനു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ മുട്ടയുടെയൊക്കെ പടം കൊടുത്തേച്ച് ചോദിച്ചിട്ടുണ്ട്, ഒരു മുട്ട എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. മുട്ട എടുക്കട്ടെ എന്ന് വെച്ചാൽ മുട്ട എടുത്ത് എറിയട്ടേതോ അങ്ങനെ വല്ല ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരി ചിരിക്കുന്ന സ്റ്റിക്കറോട് കൂടിയാണ് അതൊക്കെ ഇട്ടേക്കുന്നത്. പോയി പണി നോക്കടോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ പോയി പണി നോക്കടോ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് സത്യത്തിൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഡോയ്സ് ഉണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. നിന്റെ ദേഹം പുഴുത്ത് 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 പുഴുവരിക്കും. പരമച്ചെറ്റ നാറി, നിന്നെ ആർക്ക് വേണം? വലിഞ്ഞേറി വന്നേക്കുന്ന അങ്ങോട്ട് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. ഇതാണ് ബാക്കി ഊഹിച്ചെടുത്താൽ മതിയല്ലോ. ബാക്കി എന്ത് വാരിയെറിയും, അത് ബാക്കി നമുക്കറിയാം, നമ്മളെല്ലാവരും കേൾക്കുന്നൊരു ഡയലോഗാണ്. ഇതാണ് അതിന് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം ബദലായിട്ട് അനീഷ് വീണ്ടും ഒരു ഇതിലുണ്ട്. ചിലർ എല്ലാ മാസവും വീതം വെച്ച് കൊടുക്കുന്നതല്ലേ ആ റോബോട്ടിക് PR-കളും പെയ്ഡ് PR-കളും രക്ഷയ്ക്കെത്തട്ടെ. അതിനു മുമ്പ് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ആർക്കും നന്നായി പൊള്ളുന്നുണ്ടല്ലോ, അയ്യോ വിയർത്ത് മേക്കപ്പ് ഒലിച്ചിറങ്ങിയാൽ. ഇതാണ് കൊടുത്തേക്കുന്നത്. ആർക്കോ വല്ലാതെ പൊള്ളുന്നുണ്ട്. കാര്യം അനുവിന് പൊള്ളി എന്നുള്ള രീതിക്കാണ് ഇട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരുമാതിരി നേഴ്സറി പിള്ളേർ കിടന്ന് കാണിക്കുന്നതായിട്ടല്ലേ തോന്നുന്നത്. കാര്യം ഇതിലൊക്കെ വല്ല ഈ ഗെയിമും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം സെപ്പറേറ്റ് അവരവരുടെ കാര്യങ്ങൾ നോക്കിപ്പോകുന്നു. ആ സത്യം പറഞ്ഞാൽ അന്വേഷണം പറയായിരുന്നു, നടിയായ പ്രിയങ്കയും പിന്നെ ബിഗ് ബോസ് വിന്നറായിരുന്ന എൻ്റെ സഹപ്രവർത്തകയായിരുന്ന
അനുമോളും കൂടെയാണ് എനിക്ക് തന്നെ. അത് എത്ര അന്തസ്സുണ്ട് ആ ഒരു വാക്കിന്, ആ ഒരു പറയുമ്പോഴത്തേക്ക് ഒരു മാന്യതയില്ലേ. പുള്ളിക്കാരിയെ കോമഡിയുടെ ഇതിലൂടെ മാത്രമുള്ള അന്വേഷണം പരിചയമുള്ളത്. അനു എന്ന് വന്ന് പരിചയപ്പെട്ടപ്പോൾ പോലും പുള്ളിക്ക് അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. ആരാന്ന് ഞാനിതൊന്നും കാണാറില്ല എന്നുള്ള മൈൻഡിലാണ് പുള്ളി പറഞ്ഞത്. അനു ആരാന്ന് പോലും അറിയത്തില്ലെന്നുള്ള മൈൻഡിലാണ് പുള്ളി അന്ന് പറഞ്ഞത്. എന്നിട്ട് ആ ആൾ ആ ഒരു ഇതിലാണ് വന്നേക്കുന്നത്. അനീഷിന് ഇപ്പോഴും ആ ഒരു ബിഗ് ബോസ് എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് അനീഷ് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. അന്ന് അനീഷ് പറയായിരുന്നു ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറയും. ഇപ്പോഴും ആ ഒരു മൈൻഡ് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ഒരാൾ ഒരു പക്ഷേ അന്ന് പ്രപ്പോസ് ചെയ്തപ്പം അനു ഏസ് പറഞ്ഞിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്നും ഓർത്തേക്ക് ഇവരുടെ ജീവിതം എത്ര നാൾ മുന്നോട്ട് പോകുമായിരുന്നു. അന്ന് അനുവിനെ ഒരുപാട് പേര് ഒത്തിരി മോശമാക്കി പറഞ്ഞിരുന്നു. അയാളെ ഇവിടെ ഇനി ആർക്ക് വേണം എന്നൊക്കെ ചെയ്തിരുന്നത്. അനീഷിൻ്റെ ശരിക്കുമുള്ള മുഖങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അനീഷ് എന്നാന്നുള്ളതാണ് അനീഷ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ് എന്ന് പറഞ്ഞാൽ അനീഷ നിങ്ങൾക്ക് ഇത്രയും ഒരു പഠിത്തമുള്ള ഒരാളാണ്, ഒരു ബുക്ക് എഴുതിയ ഒരാളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലേ, നിങ്ങളുടേതായ ഒരു അന്തസ്സില്ലേ? അത് വിട്ട് നിങ്ങൾ എന്നത്തിനാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ഒരിക്കൽ അവരോട് പ്രപ്പോസ് ചെയ്തത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടായിരുന്നെങ്കിൽ, എനിക്ക് ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ എന്ന് നിങ്ങളെ പറഞ്ഞ വാക്ക് ആത്മാർത്ഥമായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനൊരു പോസ്റ്റ് ഇടുകയില്ലായിരുന്നു. ഇങ്ങനൊരു പോസ്റ്റ് നിങ്ങൾ ചെയ്തില്ല. അപ്പം നിങ്ങൾ അവിടെയും ഒരു ഗെയിമായിട്ടാണ് അതിനെയും കണ്ടത്. നിങ്ങളൊരു ഗെയിമായിട്ടാണ് കണ്ടത്, അല്ലാതെ നിങ്ങൾക്ക് ആത്മാർത്ഥതയല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് മനസ്സിലാക്കിയത് അനുവിന് മാത്രമെന്ന് തോന്നുന്നു, വേറെ ആരും മനസ്സിലാക്കിയില്ലെന്ന് തോന്നുന്നു. നമ്മൾ പ്രേക്ഷകരെല്ലാം വിചാരിച്ച് ഇങ്ങനെ ജെനുവിനാന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ ഫേക്കാന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും പറയാറുണ്ട് ഈ അനീഷ് ഫേക്കാന്നുള്ളത്. എന്നതാണേലും നമ്മൾ ഒരിക്കൽ ഒരു വട്ടമെങ്കിലും ഒരു നിമിഷമെങ്കിലും നമുക്ക് ഇഷ്ടം തോന്നിയ ഒരാളാണെങ്കിൽ വെറുതെ ഇങ്ങനെ അവരെ കരിവാരി തേക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ഒരു സഹപ്രവർത്തക എന്നൊരു നിലയ്ക്കെങ്കിലും നിങ്ങൾ ഒന്നിച്ച് അത്രയും ദിവസം 100 ദിവസം ഒന്നിച്ചുണ്ടായിരുന്നവരല്ലേ. ആ ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു ദിവസത്തിൻ്റെ ഇത് വെച്ച് പറയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് വിന്നറായ അനുവാണ്, ഒരുപാട് സന്തോഷം തോന്നി എനിക്കത് എന്ന് പറഞ്ഞാൽ എത്ര അന്തസ്സുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിന്. എന്നാണേലും ചില മനുഷ്യരൊക്കെ മുഖംമൂടി ഉണ്ടല്ലോ, എത്ര അവർ വേറെ ഒരു മാന്യമായിട്ടുള്ളൊരു മുഖംമൂടി വെച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാലും ചിലപ്പോഴൊക്കെ അവരറിയാതെ അത് പുറത്തു വരും. അതാണ് ഇപ്പോൾ ഇവിടെ അനീഷിൻ്റെ ഈ ഒരു ഇതായിട്ട് കാണിച്ചേക്കുന്നത്. ഇതിപ്പം അനീഷിനെ എന്നാ പറയാനത്, ഇനിയിപ്പോൾ അനീഷിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് കാണും, അവർ വന്നിച്ച് ഇത് ന്യായീകരിക്കുമായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്നോട് മോശമായിട്ടല്ലോ എന്നാ പറഞ്ഞാലും എനിക്ക് നെഗറ്റീവ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് എനിക്ക് അങ്ങനെ ഒരു കാര്യം തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.